പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ആദാമ്യ പാപത്താൽ വഷളായിപ്പോകുന്ന ഭൂമിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യമാണത്. ഇതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദാമ്യ ലംഘനത്താൽ എല്ലാ മനുഷ്യരും അവരുടെ ഹൃദയത്തിൽ പാപത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെടുവാനും അത് വളർന്നു വരുവാനും ഇടയായിത്തീർന്നു. ആ മനുഷ്യൻ്റെ ദുഷ്ടത ഏറ്റവും വലുതായിട്ട് അന്ന് തുടങ്ങിയ ആ പാപത്തിൻ്റെ പ്രവൃത്തികൾ ഇന്നും ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. എത്രമാത്രം ഈ അശുദ്ധി വർദ്ധിച്ചു വരുന്ന ഒരു കാലത്തിലും ലോകത്തിലുമാണ് നാം ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരും പാപത്താലും അന്ന് 1-ാം നൂറ്റാണ്ടിൽ ആദമിൻ്റെ സൃഷ്ടിപ്പിന് ശേഷം അവൻ പാപം ചെയ്ത് തെറ്റിപ്പോയതിന് ശേഷം ദൈവം പറഞ്ഞ ആ സാക്ഷ്യവചനം ഇന്നും ലോകത്തിൽ എത്ര അധികമായിട്ട് പെരുകി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇതിനൊരു പരിഹാരമുണ്ടോ? ആ മനുഷ്യൻ്റെ ദുഷ്ടത തീർക്കുവാൻ കഴിയുമോ? ആ ദുഷ്ടനായ മനുഷ്യനെ എങ്ങനെ ദൈവത്തിന് കൈക്കൊള്ളുവാൻ കഴിയും? അത് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 7-ൻ്റെ അവസാനം മുതലുള്ള വാക്യങ്ങൾ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. ഈ പാപത്താൽ നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ പാപപ്രവൃത്തിയിൽ നിന്നും പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ശക്തി പ്രാപിക്കുവാനായി ദൈവമൊരുക്കിയ ഒരു മുഖാന്തരം, അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും പാപങ്ങളുടെ പരിഹാരവും വിടുതലും ലഭിക്കാൻ ഇടയായിത്തീരും. മാത്രമല്ല, നാം ദിനംതോറും ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്നതായ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ആ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ മുഴുവൻ പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അത് മതിയായതാണ്. യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ സർവ്വ ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം ആ ക്രൂശിൽ ദൈവം വരുത്തി. അത് നാം വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നമുക്ക് പാപമില്ലെന്നോ നാം പാപികളല്ല എന്നോ നാം പറയുമ്പോൾ നാം ദൈവത്തെ അസത്യവാദിയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ നിയോഗത്തിന് എതിരായി നിലകൊള്ളുകയാണ്. ദൈവവചനവും ദൈവവും വളരെ കൃത്യമായിട്ട് പറയുന്നു, എല്ലാ മനുഷ്യരും പാപികളാണ്. ആ പാപം നിമിത്തം ദൈവത്തിൽ നിന്നും നാം അകന്നുപോയി. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ പരമയാഗം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ മുഖാന്തരമായത്. ആ പാപപരിഹാര യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷിക്കപ്പെടുവാനുള്ള ആ പദവി, ആ വാഗ്ദത്തവും ദൈവം ദാനം ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവമക്കളായി തീരുവാനുള്ള ആ ദൈവിക നിയോഗത്തെ നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം. നമ്മുടെ ഉള്ളിലെ ദുഷ്ടതകളെ,
ആ രക്തം കഴുകിക്കളയുന്ന ആ സമാധാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.